കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ പഴയ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഹർമൻജോത് സിംഗ് ഖബ്രയെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തിനാണ് ഖബ്ര അൺഫോളോ ചെയ്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മളെ കൂടുതൽ ഉത്സുകരാക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പങ്കുവച്ചിരുന്ന ഒരേ ആശയം തന്നെ ഖബ്ര പങ്കുവച്ചതിൻ്റെ പേരിലാണ് പുള്ളിയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അൺഫോളോ ചെയ്തത്. കാരണം ഇവാൻ വുക്കോമനോവിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന ആദ്യ സീസണിൽ ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഒരു ടീമിനെ കിട്ടി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം മുന്നേറ്റ നിരത്തിൽ ആൽവാരോ, DS, ലൂണ ട്രയോ, അതുകൂടാതെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കോലസ് കൗച്ചിനെ പോലെയുള്ള താരം പ്രായം കൂടി പോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വേഗതയിൽ അപര്യാപ്തത കേളി മികവ് കൊണ്ട് മറികടക്കുന്ന ഹർമൻജോത് സിംഗ് ഖബ്ര റൈറ്റ് ബാക്കായിട്ട്, സെന്റർ ബാക്കിൽ യുവതാരമായിട്ടുള്ള ഹോർമിപ്പാൻ റൂയിവ, എനസിപ്പോവിച്ച് എന്ന വിദേശ താരം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ മറികടക്കുന്ന പ്രകടനം ഇവാനും ലെസ്കോയും നൽകിയ ആത്മവിശ്വാസത്താൽ നമ്മുടെ പയ്യനായിട്ടുള്ള ആര് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു, ഹോർമിപ്പാൻ റൂയിവ കാഴ്ചവെക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു സീസൺ. ഗോൾ കീപ്പറായിട്ട് പ്രസ്തുത സിംഗ് ഗില്ല്, മധ്യനിരയിൽ അത്യാവശ്യം നല്ല ടാലൻസ് ഉണ്ട്. ഈ ടീമിൻ്റെ കോറിനെ, ആ ടീമിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ കോർ എലമെന്റ് അതുപോലെ നിലനിർത്താൻ കഴിയാതിരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചടിക്കുള്ള കാര്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനിടയിൽ ഹർമൻജോത് സിംഗ് ഖബ്ര ഓപ്പണായിട്ട് പറഞ്ഞു, കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിക്ക് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ കോർ ടീമിനെ അവർ നിലനിർത്താതിരുന്നത് വളരെ വലിയ പിടിപ്പുകേടായിപ്പോയി എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനാണ് ഖബ്ര അൺഫോളോ ചെയ്തത്. അതായത് ടീമിന്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നവൻ ആരായാലും, ടീമിന്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നവർ എന്തായാലും ടീമിന്റെ ബാഡ്ജിനോടും ആരാധകരോടും കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവരെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ് പുതിയ പ്രതികരണ രീതി. എത്ര മോശം പരിപാടിയാണ് ഇവന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.